ശാന്തി 13-10-25. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ദേവതയാകേണ്ടതുണ്ട്. അതിനാൽ മായയുടെ അവഗുണങ്ങളെ ത്യാഗം ചെയ്യൂ. ദേഷ്യപ്പെടുന്നത്, അടിക്കുന്നത്, ശല്യം ചെയ്യുന്നത്, മോശമായ കാര്യം ചെയ്യുന്നത്, മോഷ്ടിക്കുന്നതും കള്ളത്തരം ചെയ്യുന്നതുമെല്ലാം മഹാപാപമാണ്. ചോദ്യം: ഈ ജ്ഞാനത്തിൽ ഏത് കുട്ടികൾക്കാണ് തീവ്രമായി പോകുവാൻ സാധിക്കുന്നത്? നഷ്ടം ആർക്കാണ് ഉണ്ടാകുന്നത്? ഉത്തരം: ആർക്കാണോ തൻ്റെ കണക്ക് വയ്ക്കാൻ അറിയാവുന്നത് അവർക്ക് ഈ ജ്ഞാനത്തിൽ വളരെ തീവ്രമായി പോകുവാൻ സാധിക്കും. ആരാണോ ദേഹി അഭിമാനിയായി ഇരിക്കാത്തത് അവർക്കാണ് നഷ്ടമുണ്ടാകുന്നത്. ബാബു പറയുന്നു, വ്യാപാരികൾക്ക് കണക്കെടുക്കുന്ന ശീലമുണ്ട്. അവർക്ക് ഇവിടെയും തീവ്രമായി പോകുവാൻ സാധിക്കും. ഗീതം: മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. ആത്മീയ പാർട്ട്ധാരികളായ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കാരണം ആത്മാവ് തന്നെയാണ് പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. പരിധിയില്ലാത്ത നാടകത്തിൽ മനുഷ്യരുടേത് തന്നെയാണല്ലോ. കുട്ടികൾ ഈ സമയം പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നു, ശിവന്റെ പൂജ ചെയ്യുന്നു. പക്ഷേ ബാബ പറയുന്നു, ഇവയിലൂടെ ഒന്നും എന്നെ പ്രാപിക്കുക സാധ്യമല്ല. കാരണം ഭക്തി തന്നെ ഇറങ്ങുന്ന കലയാണ്. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായും ഏതിൽ നിന്നോ ഇറങ്ങുന്നുമുണ്ടാകും. ഇത് ഒരു കളിയാണ്. ഇതിനെ ആരും തന്നെ അറിയുന്നില്ല. ശിവലിംഗത്തെ പൂജിക്കുമ്പോൾ അതിനെ ബ്രഹ്മം എന്ന് പറയുകയില്ല. അപ്പോൾ ആരെ പൂജിക്കുന്നുവോ അതാരാണ്? ആ ഒന്നിനെ ഈശ്വരൻ എന്ന് മനസ്സിലാക്കി പൂജിക്കുന്നു. നിങ്ങൾ എപ്പോഴാണോ ആദ്യം ഭക്തി ആരംഭിക്കുന്നത് അപ്പോൾ വജ്രത്തിൻ്റെ ശിവലിംഗം ഉണ്ടാക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ദരിദ്രമായിരിക്കുന്നു, അതിനാൽ കല്ലിൻ്റേത് ഉണ്ടാക്കുന്നു. വജ്രത്തിൻ്റെ ലിംഗം ആ സമയം 4000-ഓ 5000-ഓ ആയിരിക്കും. ഈ സമയം അതിൻ്റെ വില 5-7 ലക്ഷമായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള വജ്രം ഇറങ്ങുക പ്രയാസമാണ്. കല്ല് ബുദ്ധിയായി കഴിഞ്ഞു. അപ്പോൾ പൂജയും കല്ലിൻ്റേത് ചെയ്യുന്നു, ജ്ഞാനമില്ലാതെ. ജ്ഞാനമുള്ളപ്പോൾ നിങ്ങൾ പൂജ ചെയ്യുന്നില്ല. ചൈതന്യത്തിൽ മുന്നിലുണ്ട്. ആ ഒന്നിനെ തന്നെയാണ് നിങ്ങൾ ഓർമ്മിക്കുന്നത്. അറിയുന്നുണ്ട് ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും എന്ന്. ഗീതയിലും പറയുന്നു, ഹേ കുട്ടികളെ, പ്രാണി എന്ന് പറയുന്നത് ആത്മാവിനെയാണ്. പ്രാണൻ പോകുമ്പോൾ പിന്നെ ജഡമാണ്, ആത്മാവാണ് പോകുന്നത്. ആത്മാവ് അവിനാശിയാണ്. ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൈതന്യമാണ്. ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, തൻ്റെ ഉള്ളിൽ പരിശോധിക്കൂ. എവിടം വരെ ദൈവിക ഗുണങ്ങളുടെ ധാരണയുണ്ടായി? ഏതെങ്കിലും വികാരമില്ലല്ലോ. മോഷ്ടിക്കുക, കള്ളത്തരം ചെയ്യുക തുടങ്ങിയ ഏതെങ്കിലും ആസുരീയ ഗുണങ്ങളില്ലല്ലോ. ആസുരീയ കർത്തവ്യം ചെയ്യുന്നതിലൂടെ പിന്നെ വീണു പോകും. ഇത്രയും പദവി നേടുവാൻ സാധിക്കില്ല. മോശമായ ശീലം തീർച്ചയായും ഇല്ലാതാക്കണം. ദേവത ഒരിക്കലും ആരോടും ദേഷ്യപ്പെടുന്നില്ല. ഇവിടെ അസുരന്മാരിലൂടെ എത്ര അടികൊള്ളുന്നു. കാരണം നിങ്ങൾ ദൈവിക സമ്പ്രദായമാകുന്നു. അപ്പോൾ മായ എത്ര ശത്രുവായി മാറുന്നു. മായയുടെ അവഗുണം പ്രവർത്തിക്കുന്നു. അടിക്കുന്നത്, ശല്യം ചെയ്യുന്നത്, മോശമായ കാര്യം ചെയ്യുന്നത്, ഇതെല്ലാം പാപമാണ്. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ വളരെയധികം ശുദ്ധമായിരിക്കേണ്ടതാണ്. മോഷ്ടിക്കുക, അപഹരിക്കുക
തുടങ്ങിയവ ചെയ്യുന്നതാണെങ്കിൽ മഹാപാപമാണ്. ബാബയോട് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തു വന്നിരിക്കുന്നു, ബാബ, എൻ്റേത് താങ്കൾ ഒരാളാണ്, രണ്ടാമതായി ആരുമില്ല. നമ്മൾ അങ്ങേ തന്നെ ഓർമ്മിക്കും. ഭക്തിമാർഗത്തിൽ പാടുന്നുണ്ട്, പക്ഷേ അവർക്കറിയില്ല ഓർമ്മയിലൂടെ എന്തുണ്ടാകും എന്ന്. അവരാണെങ്കിൽ ബാബയെ അറിയുന്നതേയില്ല. ഒരു ഭാഗത്ത് പറയുന്നു നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ്, മറുഭാഗത്ത് പിന്നെ ലിംഗത്തിൻ്റെ പൂജ ചെയ്യുന്നു. നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ പറയുന്നു, ഇതും ജഡ്ജ് ചെയ്യൂ. മഹാൻ ആത്മാവ് എന്ന് ആരെയാണ് പറയുന്നത്? ശ്രീകൃഷ്ണൻ ചെറിയ കുട്ടിയാണ്, സ്വർഗത്തിൻ്റെ പ്രിൻസാണ്. കൃഷ്ണൻ മഹാത്മാവാണോ അതോ ഈ കാലത്തെ കലിയുഗി മനുഷ്യരോ? കൃഷ്ണൻ വികാരത്തിലൂടെ അല്ലല്ലോ ജനിക്കുന്നത്, അത് നിർവികാരി ലോകമാണ്. ഇതാണ് വികാരി ലോകം. നിർവികാരികൾക്ക് വളരെയധികം ടൈറ്റിൽ കൊടുക്കുവാൻ സാധിക്കും. വികാരിക്ക് എന്ത് ടൈറ്റിലാണുള്ളത്? ശ്രേഷ്ഠാചാരി ഒരേ ഒരു ബാബയാണ് ആക്കുന്നത്. ആ ഒന്ന് ഏറ്റവും ഉയർന്നതിലും ഉയർന്നതാണ്. എല്ലാ മനുഷ്യരും പാർട്ട്ധാരികളാണ്. അപ്പോൾ പാർട്ടിൽ തീർച്ചയായും വരേണ്ടി വരും. സത്യുഗം ശ്രേഷ്ഠ മനുഷ്യരുടെ ലോകമാണ്. മൃഗങ്ങളും മറ്റും എല്ലാം ശ്രേഷ്ഠമാണ്. അവിടെ മായ രാവണനെ ഇല്ല. അവിടെ ഇങ്ങനെയുള്ള ഏതെങ്കിലും തമോ ഗുണി മൃഗങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. സത്യുഗത്തിലും വികാരത്തിൻ്റെ പേരില്ല. അവിടെ കുട്ടികൾ എങ്ങനെ ജനിക്കുന്നു അതും നിങ്ങൾക്കറിയാം. അവിടെ വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. അവിടെ യോഗബലമാണ് ഉള്ളത്. ബാബ പറയുന്നു, നിങ്ങളെ ദേവതയാക്കി മാറ്റുന്നു. അപ്പോൾ തൻ്റെ പരിശോധന പൂർണ്ണമായും നടത്തൂ. പ്രയത്നമില്ലാതെ വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കില്ല. നിങ്ങളുടെ ആത്മാവ് ഒരു ബിന്ദുവാണ്, അതുപോലെ ബാബയും ബിന്ദുവാണ്. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട ഒരു കാര്യവുമില്ല. ചിലർ പറയുന്നു നമ്മൾ കാണട്ടെ എന്ന്. ബാബ പറയുന്നു, കാണാൻ കഴിയുന്നവരുടെ പൂജ നിങ്ങൾ ധാരാളം ചെയ്തു, നേട്ടമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ യഥാർത്ഥ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. എന്നിൽ മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുണ്ട്. സുപ്രീം സോളാണല്ലോ സുപ്രീം ഫാദർ. ഒരു കുട്ടിയും തൻ്റെ ലൗകിക പിതാവിനെ ഇങ്ങനെ പറയുകയില്ല. ഒന്നിനെ മാത്രമാണ് പറയുന്നത്. സന്യാസിമാർക്കാണെങ്കിൽ കുട്ടികളില്ല, പിതാവ് എന്ന് പറയുവാനായി. ഇതാണെങ്കിൽ സർവ ആത്മാക്കളുടെയും പിതാവാണ്. ആ ഒന്ന് സമ്പത്ത് നൽകുന്നു. അവർക്ക് ഗൃഹസ്ഥ ആശ്രമമൊന്നുമില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ അനുഭവിച്ചത്. ആദ്യം നിങ്ങൾ സദോ പ്രധാനമായിരുന്നു, പിന്നെ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ ആരും സ്വയം തന്നെ സുപ്രീം എന്ന് പറയില്ല. ഇപ്പോഴാണെങ്കിൽ താഴ്ന്നതായി മനസ്സിലാക്കുന്നു. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു, മുഖ്യമായ കാര്യമാണ് തൻ്റെ ഉള്ളിൽ നോക്കണം. നമ്മളിൽ ഏതെങ്കിലും വികാരം ഇല്ലല്ലോ. രാത്രിയിൽ ദിവസവും തൻ്റെ കണക്കെടുക്കൂ. വ്യാപാരികൾ എപ്പോഴും കണക്കെടുക്കുന്നു. ഗവൺമെന്റ് സർവന്റിന് കണക്കെടുക്കുവാൻ സാധിക്കില്ല. അവർക്കാണെങ്കിൽ നിശ്ചിത വേതനം ലഭിക്കുന്നു. ഈ ജ്ഞാനമാർഗത്തിലും വ്യാപാരികൾ തീവ്രമായി പോകുന്നു. വിദ്യാസമ്പന്നരായ ഓഫീസേഴ്സ് ഇത്രയും പോകുന്നില്ല. വ്യാപാരത്തിലാണെങ്കിൽ ഇന്ന് 50 സമ്പാദിച്ചു, നാളെ 60 സമ്പാദിക്കും. ചിലപ്പോൾ നഷ്ടവും ഉണ്ടാകും. ഗവൺമെന്റ് സെർവന്റിൻ്റേത് ഫിക്സഡ് പേ ആയിരിക്കുന്നു. ഈ സമ്പാദ്യത്തിലും അഥവാ ദേഹി അഭിമാനി ആവുകയില്ലെങ്കിൽ നഷ്ടമുണ്ടാകും. മാതാക്കളാണെങ്കിൽ വ്യാപാരം ചെയ്യുന്നില്ല. അവർക്ക് പിന്നെ കൂടുതൽ സഹജമാണ്. കന്യകമാർക്കും സഹജമാണ്. കാരണം
മാതാക്കൾക്കാണെങ്കിൽ പടി ഇറങ്ങേണ്ടി വരുന്നു. ബലിഹാരി, അതായത് മഹിമ ആ ഒന്നിൻ്റേതാണ്. ആരാണോ ഇത്രയും പ്രയത്നം ചെയ്യുന്നത്. കന്യകമാർ വികാരത്തിൽ പോയിട്ടേയില്ല, പിന്നെ എന്തുപേക്ഷിക്കാനാണ്? പുരുഷന്മാർക്കാണെങ്കിൽ പ്രയത്നം തോന്നുന്നു. കുടുംബ പരിവാരത്തെ സംരക്ഷിക്കേണ്ടി വരുന്നു. ഏതൊരു പടികൾ കയറിയോ അത് മുഴുവനും ഇറങ്ങേണ്ടി വരുന്നു. ഓരോ നിമിഷവും മായ അടിച്ചു വീഴ്ത്തുന്നു. ഇപ്പോൾ നിങ്ങൾ BK ആയിരിക്കുന്നു. കുമാരിമാർ പവിത്രം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പതിയോടുള്ള സ്നേഹമാണ്. നിങ്ങൾക്കാണെങ്കിൽ പതിമാരുടെയും പതിയെ, അതായത് പരമാത്മാവിനെ ഓർമ്മിക്കണം. എല്ലാവരെയും മറക്കുകയും വേണം. മാതാപിതാക്കൾക്ക് കുട്ടികളിൽ മോഹമുണ്ടായിരിക്കുന്നു. കുട്ടികളാണെങ്കിൽ അറിവില്ലാത്തവരാണ്. വിവാഹത്തിനു ശേഷം മോഹം ആരംഭിക്കുന്നു. ആദ്യം സ്ത്രീ പ്രിയപ്പെട്ടതായി തോന്നുന്നു, പിന്നെ വികാരങ്ങളിലേക്ക് തള്ളുന്നതിൻ്റെ പടികൾ ആരംഭിക്കുന്നു. കുമാരി നിർവികാരിയാണ്, അപ്പോൾ പൂജിക്കപ്പെടുന്നു. നിങ്ങളുടെ പേര് തന്നെ BK എന്നാണ്. നിങ്ങൾ മഹിമ യോഗ്യരായി പിന്നെ പൂജയ്ക്ക് യോഗ്യരാകുന്നു. ബാബ തന്നെയാണ് നിങ്ങളുടെ ടീച്ചറും. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ സ്റ്റുഡൻ്റ് ആണ്. ഭഗവാൻ തീർച്ചയായും ഭഗവാൻ ഭഗവതി തന്നെയാക്കും. കേവലം മനസ്സിലാക്കിച്ചു തരുന്നു. ഭഗവാൻ ഒന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സഹോദരന്മാരാണ്. രണ്ടാമതൊരു കണക്ഷൻ ഇല്ല. പ്രജാപിത ബ്രഹ്മാവിലൂടെ രചനയുണ്ടാകുന്നു, പിന്നെ അഭിവൃദ്ധി ഉണ്ടാകുന്നു. ആത്മാക്കളുടെ വർധനവ് എന്ന് പറയില്ല. വർധനവ് മനുഷ്യരുടേതാണ് ഉണ്ടാകുന്നത്. ആത്മാക്കളുടെ നമ്പർ ലിമിറ്റഡ് ആണ്. വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നു. ഏതുവരെ അവിടെ ഉണ്ടായിരിക്കുന്നുവോ അതുവരെ വന്നുകൊണ്ടിരിക്കും. വൃക്ഷം വളർന്നുകൊണ്ടിരിക്കും, ഉണങ്ങിപ്പോവുകയൊന്നുമില്ല. ഇതിനെ ബാനിയൻ ട്രീയുമായി താരതമ്യം ചെയ്യുന്നു. ഫൗണ്ടേഷൻ ഇല്ല, ബാക്കി മുഴുവൻ വൃക്ഷവും നിൽക്കുന്നു. നിങ്ങളുടേതും ഇങ്ങനെയാണ്. ഫൗണ്ടേഷൻ ഇല്ല, കുറച്ചൊക്കെ അടയാളങ്ങളുണ്ട്. ഇപ്പോൾ വരെയും ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് അറിയില്ല ദേവതമാരുടെ രാജ്യം എപ്പോൾ ഉണ്ടായിരുന്നു, പിന്നെ എവിടെ പോയി. ഈ നോളജ് ബ്രാഹ്മണരായ നിങ്ങൾക്ക് മാത്രമാണുള്ളത്. മനുഷ്യർക്ക് ഇതറിയില്ല. പരമാത്മാവിൻ്റെ സ്വരൂപം ബിന്ദുവാണ് എന്ന് ഗീതയിൽ എഴുതിയിരിക്കുന്നു. ആ ഒന്ന് അഖണ്ഡ ജ്യോതി സ്വരൂപമാണ് എന്ന്. മുൻപ് വളരെ പേർക്ക് സാക്ഷാത്കാരം ഉണ്ടാകുമായിരുന്നു. ഭാവനയനുസരിച്ച് വളരെയധികം ചുമക്കുമായിരുന്നു. മതി, നമുക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല എന്ന്. അതായിരുന്നെങ്കിൽ സാക്ഷാത്കാരമായിരുന്നു. ബാബ പറയുന്നു, സാക്ഷാത്കാരത്തിലൂടെ ഒരു മംഗളവുമില്ല. ഇവിടെയാണെങ്കിൽ മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ഏതുപോലെ മെർക്കുറി വഴുതി പോകുന്നു, ഓർമ്മയും ഓരോ നിമിഷവും വഴുതി പോകുന്നു. ബാബയെ ഓർമ്മിക്കട്ടെ എന്ന് എത്ര ആഗ്രഹിക്കുന്നു, പിന്നെ മറ്റു പല ചിന്തകളും വന്നു പോകുന്നു. ഇതിൽ തന്നെയാണ് നിങ്ങളുടെ റേസ്. ഉടൻ പാപം മാഞ്ഞു പോവുകയൊന്നുമില്ല, സമയമെടുക്കുന്നു. കർമാതീത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഈ ശരീരം തന്നെ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇപ്പോൾ ആർക്കും കർമാതീത അവസ്ഥ നേടുവാൻ സാധിക്കില്ല. പിന്നെ അവർക്ക് സത്യയുഗി ശരീരം ആവശ്യമാണ്. അതിനാൽ ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബയെ തന്നെ ഓർമ്മിക്കണം. സ്വയം നോക്കിക്കൊണ്ടിരിക്കൂ. നമ്മിൽ നിന്നും ഏതെങ്കിലും മോശമായ കാര്യം ഉണ്ടാകുന്നില്ലല്ലോ. കണക്ക് തീർച്ചയായും വയ്ക്കണം. ഇങ്ങനെയുള്ള വ്യാപാരികൾക്ക് ഉടൻ സമ്പന്നരാകാൻ സാധിക്കുന്നു. ബാബയുടെ അടുക്കൽ ഏതൊരു നോളജ് ഉണ്ടോ അത് നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, എൻ്റെ ആത്മാവിൽ ഈ ജ്ഞാനം അടങ്ങിയിരിക്കുന്നു. ഏതൊരു ജ്ഞാനമാണോ കഴിഞ്ഞ കൽപ്പത്തിൽ നൽകിയിരുന്നത്, കൃത്യമായി അത് തന്നെ നിങ്ങളോട് പറയും.
കുട്ടികളെ തന്നെയാണ് മനസ്സിലാക്കിക്കുക. മറ്റുള്ളവർ എന്തറിയാൻ? നിങ്ങൾ ഈ സൃഷ്ടിചക്രത്തെ അറിയുന്നു. ഇതിൽ എല്ലാ ആക്ടേഴ്സിൻ്റെയും പാർട്ട് അടങ്ങിയിട്ടുണ്ട്. മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കില്ല. ആർക്കും മുക്തമാകുവാനും സാധിക്കില്ല. പിന്നെ ബാക്കി സമയം മുക്തി ലഭിക്കുന്നു. നിങ്ങൾ ഓൾറൗണ്ടാണ്. 84 ജന്മങ്ങൾ എടുക്കുന്നു. ബാക്കി എല്ലാവരും തൻ്റെ വീട്ടിലായിരിക്കും. പിന്നീട് അവസാനം വരും. മോക്ഷം ആഗ്രഹിക്കുന്നവർ ഇവിടെ വരികയില്ല. അവർ പിന്നെ അവസാനം പോകും. ജ്ഞാനം ഒരിക്കലും കേൾക്കുകയില്ല. കൊതുകുകളെ പോലെ വരികയും പോവുകയും ചെയ്തു. നിങ്ങളാണെങ്കിൽ ഡ്രാമ അനുസരിച്ച് പഠിക്കുന്നു, അറിയുന്നുണ്ട്. ബാബ 5000 വർഷം മുമ്പും ഇതുപോലെ രാജയോഗം പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു ശിവ് ബാബ ഇങ്ങനെ പറയുന്നു എന്ന്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നു നമ്മൾ എത്ര ഉയർന്നവരായിരുന്നു, ഇപ്പോൾ എത്ര താഴ്ന്നതായിരിക്കുന്നു. വീണ്ടും ബാബ ഉയർന്നതാക്കി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യേണ്ടതാണല്ലോ. ഇവിടെ നിങ്ങൾ വരുന്നത് റിഫ്രഷ് ആകുവാനാണ്. ഇതിന് പേര് വച്ചിരിക്കുന്നു മധുബൻ എന്ന്. നിങ്ങളുടെ കൽക്കട്ടയിലോ ബോംബെയിലോ മുരളി നടത്തുന്നില്ല. മധുബനിൽ തന്നെയാണ് മുരളി വായിക്കുന്നത്. മുരളി കേൾക്കുന്നതിന് വേണ്ടി ബാബയുടെ അടുക്കൽ വരേണ്ടി വരും. റിഫ്രഷ് ആകുന്നതിനായി പുതിയ പുതിയ പോയിന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. നേരിട്ട് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നു. വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കുന്നു. മുന്നോട്ട് പോകവേ വളരെയധികം പാർട്ട് കാണേണ്ടതുണ്ട്. ബാബ ആദ്യമേ തന്നെ എല്ലാം കേൾപ്പിച്ചിരുന്നു എങ്കിൽ ടേസ്റ്റ് പോകുമായിരുന്നേന്. പതുക്കെ പതുക്കെ എമർജ് ആയിക്കൊണ്ടിരിക്കും. 1 സെക്കൻഡ് പോലെ ആയിരിക്കില്ല രണ്ടാമത്തേത്. ബാബ വന്നിരിക്കുകയാണ് ആത്മീയ സേവനം ചെയ്യാൻ. അപ്പോൾ കുട്ടികളുടെയും കടമയാണ് ആത്മീയ സേവനം ചെയ്യുക എന്നത്. ഏറ്റവും കുറഞ്ഞത് ഇത് പറയൂ: ബാബയെ ഓർമ്മിക്കൂ, പവിത്രമാകൂ. പവിത്രതയിൽ തന്നെയാണ് ഫെയിലാകുന്നത്. കാരണം ഓർമ്മിക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ മുന്നിൽ ഇരിക്കുകയാണ്. ആ ഒന്നിനെ ആരും അറിയുന്നില്ല. ജ്ഞാനത്തിൻ്റെ സാഗരം ആ ശിവ് ബാബ തന്നെയാണ്. ദേഹധാരിയിൽ നിന്നും ബുദ്ധിയോഗം മാറ്റേണ്ടത് ആവശ്യമാണ്. ഇത് ശിവ് ബാബയുടെ രഥമാണ്. ഇതിന് റിഗാർഡ് വയ്ക്കുകയില്ലെങ്കിൽ ധർമ്മരാജനിലൂടെ വളരെയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മുതിർന്നവരുടെ റിഗാർഡ് വയ്ക്കണമല്ലോ. ആദി ദേവന്റെ എത്ര റിഗാർഡ് വയ്ക്കുന്നു? ജഡചിത്രങ്ങൾക്ക് ഇത്രയും റിഗാർഡുണ്ട്. അപ്പോൾ ചൈതന്യത്തിന് എത്ര വയ്ക്കേണ്ടതാണ്? ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഉള്ളിൽ തൻ്റെ പരിശോധന നടത്തി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. മോശമായ ശീലങ്ങളെ മാറ്റണം. പ്രതിജ്ഞ ചെയ്യണം: ബാബ, നമ്മൾ ഒരിക്കലും മോശമായ കാര്യം ചെയ്യുകയില്ല. കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിനായി ഓർമ്മയുടെ റേസ് ചെയ്യണം. ആത്മീയ സേവനത്തിൽ തൽപരരായിരിക്കണം. മുതിർന്നവരുടെ റിഗാർഡ് വയ്ക്കണം. വരദാനം: ഫോളോ ഫാദർ എന്ന പാഠത്തിലൂടെ പ്രയാസത്തെ സഹജമാക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. പ്രയാസത്തെ സഹജമാക്കി മാറ്റുന്നതിനും ലാസ്റ്റ് പുരുഷാർത്ഥത്തിൽ സഫലത പ്രാപ്തമാക്കുന്നതിനും വേണ്ടി ആദ്യത്തെ പാഠമാണ് ഫോളോ ഫാദർ.
ഈ ആദ്യ പാഠം തന്നെയാണ് ലാസ്റ്റ് സ്റ്റേജിനെ സമീപം കൊണ്ടുവരുന്നത്. ഈ പാഠത്തിലൂടെ തെറ്റ് പറ്റാത്തവരും ഏകരസവും തീവ്ര പുരുഷാർത്ഥിയുമായി മാറും. കാരണം ഏതൊരു കാര്യത്തിലും പ്രയാസം തോന്നുന്നത് ഫോളോ ചെയ്യുന്നതിന് പകരം തൻ്റെ ബുദ്ധി പ്രവർത്തിപ്പിക്കുമ്പോഴാണ്. ഇതിലൂടെ തൻ്റെ തന്നെ സങ്കല്പങ്ങളുടെ വലയിൽ കുടുങ്ങിപ്പോകുന്നു. പിന്നെ സമയവും വേണ്ടിവരുന്നു, ശക്തിയും വേണ്ടിവരുന്നു. അഥവാ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ സമയവും ശക്തിയും രണ്ടും ലാഭിക്കും. ശേഖരണം ഉണ്ടാകും. സ്ലോഗൻ: സത്യതയും സ്വച്ഛതയും ധാരണ ചെയ്യുന്നതിനായി തൻ്റെ സ്വഭാവത്തെ സരളമാക്കൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. എത്രത്തോളം സ്വയം തന്നെ മനസ്സാ സേവനത്തിൽ ബിസിയാക്കി വയ്ക്കുമോ അത്രയും സഹജമായി മായാജീത്തായി മാറും. കേവലം സ്വയം പ്രതി ഭാവന ഉള്ളവരായാൽ പോരാ, എന്നാൽ മറ്റുള്ളവരെയും ശുഭഭാവനയിലൂടെയും ശുഭകാമനയിലൂടെയും പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഭാവനയും ജ്ഞാനവും സ്നേഹവും യോഗവും രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടാകണം. മംഗളകാരി ആയിക്കഴിഞ്ഞു. ഇപ്പോൾ പരിധിയില്ലാത്ത വിശ്വമംഗളകാരി ആകൂ. ഓം ശാന്തി. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തത എൻ്റെ നൈസർഗിക ഗുണമാണ്. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അഗാധ തലങ്ങളിൽ എത്തിച്ചേരവേ അലൗകികമായ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ജ്ഞാന സൂര്യനായ ശിവബാബയിൽ നിന്നും ദിവ്യ പ്രകാശകിരണങ്ങൾ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ ഗ്രഹിക്കുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തി എന്നിൽ നിറയുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ഈ ദിവ്യപ്രകാശം സ്വീകരിച്ച്
ഞാൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്നു. ഈ ദിവ്യ പ്രകാശം സമസ്ത വിശ്വത്തിലെ ആത്മാക്കളെയും സ്പർശിക്കുമ്പോൾ അവരും ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.